എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയിട്ട് എവിടെയും പിള്ളേരെ കൊണ്ട് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ടൂർ പോകുന്ന കാര്യങ്ങൾ ദിവസവും വീട്ടിൽ ചർച്ചയാണ്. ഫോണെടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവർ ടൂർ പോയിക്കണം, ഇവർ ടൂർ പോയിക്കണം എന്നൊക്കെ ഇങ്ങനെ പരാതിയും പരിഭവങ്ങളൊക്കെ ആയിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത മാസം ആവട്ടെ എന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫൈഹാനെ കൂടിയാണ് ഇങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആങ്ങളെയും വൈഫൊക്കെ വന്നത്. അപ്പോൾ അവർ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആങ്ങളെ നിന്നില്ല, വൈഫും പിള്ളേരും 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഫോട്ടോ വെച്ച് വരെ പിള്ളേരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം എന്നൊരു കാര്യം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ആലപ്പുഴ വരെ പോവാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. 3 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി നമ്മളവിടെ എത്തുന്ന സമയത്ത് ഇനി മഴ എങ്ങാനും പെയ്താൽ വലിയ കാര്യമായിട്ട് നമുക്കൊന്നും കാണാനും ഒക്കും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു മഴയൊന്നും ഉണ്ടാവില്ല, നീ പിള്ളേരെ റെഡിയാക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാണ്. അവിടെ ബൈപ്പാസിൻ്റെ പണിയും പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ബ്ലോക്കും കിട്ടിയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6:45 ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തണത് കേട്ടോ. ബീച്ച് സൈഡിൻ്റെ അടുത്ത് എത്തണേക്ക് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒക്കെ അവിടെയും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരാണെങ്കിൽ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഇറക്കണം കേട്ടോ, സമയം വൈകിയാലും ഞങ്ങൾ ഇറക്കണം കേട്ടോ, ഞങ്ങൾ ഇറങ്ങാണ്ട് പോരില്ല എന്നൊക്കെ അവർ ഓരോരുത്തരും മാറി മാറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇറങ്ങാനുള്ള ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് ഇവർ പോകുന്നതൊക്കെയാണ്. അങ്ങനെ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. ഇനി വേഗം എത്താലാവുന്നുള്ളൊരു ധാരണ പിള്ളേർക്ക് വന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവർക്ക് ഓരോരുത്തർക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ സ്നാക്സും ഒക്കെ വാങ്ങിയായിരുന്നു. പിന്നെ അത് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം അവിടെ നിന്ന് പോന്നിട്ടാ. അവിടെ കുറച്ച് സമയം പോയി, കാരണം അവിടെ തിരക്കുണ്ടായിരുന്നു ആ കടയിൽ. അപ്പോൾ ചായ എടുക്കാനും ഒക്കെ പിള്ളേർ കഴിക്കാനൊക്കെ സമയം എടുത്തുകൊണ്ട് ഒരു 10-20-25 മിനിറ്റോളം എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്താൻ വൈകിയത്. അപ്പോൾ ഞങ്ങളൊരു 6-6:15 ആയപ്പോഴേക്കും ഈ സ്ഥിതിയായിട്ടാണ്. റോഡിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ട് മൂടിയായിരുന്നു, പിന്നെ നല്ലോണം മഴക്കാറും വെച്ചായിരുന്നു, ഇടിവാളൊക്കെ മിന്നണുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. പിള്ളേരാണെങ്കിൽ സങ്കടം പറിച്ചിൽ തുടങ്ങി, ഇപ്പം മഴ പെയ്യും ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല, നല്ല കാറ്റ് വീശുന്നുണ്ട്, മഴക്കാറൊക്കെ പോയിക്കോളും, അവിടെ എത്തുമ്പോഴേക്കും മഴ ഉണ്ടാവില്ല അത് പറയലും മഴ തുടങ്ങിയിട്ടാണ്. പിന്നെ എന്ത് ചെയ്യാൻ, എന്തായാലും അവിടം വരെ വന്നില്ലേ, നമ്മളവിടെ എത്തുമ്പോഴേക്കും മഴ മാറും എന്നൊക്കെ ഉള്ളതിൽ അങ്ങോട്ട് തന്നെ പോയിട്ടാണ്. അങ്ങനെ കുറച്ച് ദൂരം നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ റോഡ് എത്തിയപ്പോഴേക്കും നല്ല മഴയായി. നമുക്ക് ഓട്ടോയിൽ ഇരുന്നിട്ട് 2 സൈഡും പിള്ളേരുടെ മേലൊക്കെ നനയുന്നുണ്ടായിരുന്നു. എന്തിനു പറയണം, നമ്മൾ പണ്ടാരാണ്ട് പറഞ്ഞോട്ട് പാതി ചെല്ലുന്നതോടെ പാതാളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പൂരം മഴ. ബീച്ച് പോയിട്ട് 5 പറഞ്ഞോടെ തിരമാല പോലും കണ്ടില്ല, കാരണം അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല, അത്രയും മഴയായിരുന്നു. നല്ല ഇടിവാളും മഴയും ഒക്കെ ആയിട്ട് നമ്മൾ ചെന്നിട്ട് ആ പാലത്തിൻ്റെ അടിയിൽ വെറുതെ നനയാണ്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് മഴ കുറയുന്നത് നോക്കിയിട്ട്, പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഒരാൾ ഫൈഹ കരച്ചിലായി, ഐഷു കരച്ചിലായി. അങ്ങനെ പിള്ളേരെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളി വന്നപ്പോൾ കുബാബ മന്തി അവിടെ കയറി ഭക്ഷണമെങ്കിലും മര്യാദക്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ, മേലൊക്കെ നനഞ്ഞിരിക്കണമായിരുന്നു എല്ലാവരുടെയും. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആ തൊട്ടടുത്ത് അറേബ്യൻ പാലസ് ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഇടയ്ക്ക് കഴിക്കാറുള്ളതാണ്. അപ്പോൾ അവിടെ കയറാന്ന് പറയുമ്പോൾ കുടിയോന്മാർ വേണ്ട ഇവിടെ കയറാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് കുറച്ച് നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ച്, അത്യാവശ്യം വലിയ ടേസ്റ്റുള്ള ഫുഡൊന്നുമല്ല, എന്നാലും എല്ലാവരും കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോന്നിട്ടാണ്. അങ്ങനെ പട്ടി ചന്തക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടപ്പുറം കാണാൻ പോയിട്ട് തിരമാല പോലും കാണാണ്ട് തിരിച്ചു വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും പിള്ളേരൊക്കെ മൂഡ് ഓഫാണ്, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഞങ്ങൾ.